പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ കൂടുതൽ എന്ത് വേണം ഈ നക്ഷത്ര ജാതകർക്ക്? സാമ്പത്തിക യോഗത്താൽ ജീവിതത്തിൽ ഔന്നത്യം പ്രാപിക്കുന്ന ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചും അവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും വരുന്ന ഒരു വർഷക്കാലം ഇവർക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതെന്നെല്ലാം വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽ മാറ്റത്തിന് ഒരു സഹായം ലഭിക്കുകയും സാമ്പത്തിക മേന്മ ഉണ്ടാക്കാൻ വഴി തെളിയുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് അശ്വതി നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഗുണകരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വഴി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. മാതൃസ്വത്തിന് യോഗം, വിദ്യാഭ്യാസ വകുപ്പിൽ ഔദ്യോഗിക മേന്മ, ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. കലാരംഗത്തുള്ള വിഷമതകൾ മാറ്റാൻ സാധിക്കും. സന്താനത്തിൻ്റെ മംഗല്യ കാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം. വാഹന വായ്പയ്ക്കായിട്ട് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ഠീവ്രതം, ഭസ്മാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബസ്വത്ത് വീതം വെക്കുന്നതിലൂടെ സമ്പന്നതയുടെ നെറുകയിൽ എത്താൻ സാധ്യതയുള്ള ഒരു നക്ഷത്ര ജാതകർ കൂടിയാണ് ഭരണി നക്ഷത്ര ജാതകർ. ദൂരദേശത്ത് നിന്ന് സാമ്പത്തിക സഹായ സാധ്യതകൾ കാണുന്നുണ്ട്. മംഗളകാര്യത്തിന് അനുകൂല സമയം ആണ്. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്താൻ നല്ല സമയമാണ്. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗം. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. പൊതുരംഗത്ത് മലക്കം അറിയുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളും നടക്കും. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ശുഭകാര്യ യോഗം. മത്സരരംഗത്ത് നേട്ടം. ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. കോടതി കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം ഉണ്ട്. നീണ്ടുനിന്ന പ്രണയബന്ധം സഫലമാകുന്നതിലൂടെ നല്ലൊരു കുടുംബജീവിതവും ലഭിക്കും. ജാമ്യം നിൽക്കുന്നതിന് ആലോചിച്ചു മാത്രം ചെയ്യുക. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടാതിരിക്കാനും ശ്രദ്ധിക്കണം. സന്താനത്തിൻ്റെ മംഗല്യ ഭാഗ്യമാണ് ഈ സമയത്ത് ഇവർക്ക് ഏറ്റവും സന്തോഷമായിട്ട് ലഭിക്കുന്നൊരു ഭാഗ്യം. അന്യദേശത്ത് മികച്ചൊരു വിസയ്ക്ക് യോഗം ലഭിക്കുന്നതിലൂടെ സമ്പന്നതയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ കൂടിയാണ് കാർത്തിക നക്ഷത്ര ജാതകർ. ഷെയർ രംഗത്തും വലിയ നേട്ടങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പണക്കം പറഞ്ഞു തീർക്കാൻ ശ്രദ്ധിക്കണം. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്നും സന്തോഷ വാർത്ത കേൾക്കാനും സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാദേവന ധാര, കുവളമാല, പ്രദോഷവ്രതം,
ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിക്ക് എല്ലാം അനുകൂല സമയം തന്നെയാണ്. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ ഇവർക്ക് വർദ്ധിക്കും. ജനസമ്മതി നേടാനായിട്ട് സാധിക്കും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് യോഗം കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇലക്ട്രോണിക്സ് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനമാണ് ഫലത്തിൽ കാണുന്നത്. സിനിമ, സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. അഭിഭാഷക രംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാനും സാധിക്കും. രോഹിണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ഇവരുടെയും ഭാഗ്യം തൊഴിൽ രംഗത്ത് ധനവരവ് വർദ്ധിക്കുന്നതാണ്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം കാണുന്നുണ്ട്. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത പ്രതീക്ഷിക്കാം. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കുന്നത് വഴി വിജയസാധ്യതകൾ ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നുചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാൻ യോഗം. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും സാധിക്കും. മകയിരം നക്ഷത്രക്കാര് ഇവരുടെ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല, അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് നിന്നും ചില ആനുകൂല്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ ഉള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. ദൂരദേശത്ത് നിന്നും ഒരു തൊഴിൽ വാഗ്ദാനം ഉണ്ടാകും. കടബാധ്യതകൾ തീർക്കാൻ അവസരം. കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്തു നിന്നും സഹായം ലഭിക്കും. വ്യാപാര പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം എന്നിവ കാണുന്നു. തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൂരദേശത്ത് തൊഴിൽ വാഗ്ദാനം സഫലമാകും. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകൾ കുറയും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. ബാധ്യത തീർക്കുന്നതിന് സഹായം ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്താൻ നല്ല സമയമാണ്. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സർക്കാർ തലത്തിൽ ചില അംഗീകാരങ്ങൾ സിദ്ധിക്കാനും ഭാഗ്യം ഉണ്ട്. വൻകിട സ്ഥാപനത്തിൽ ചില അപ്രതീക്ഷിത അവസരങ്ങളും സിനിമാ രംഗത്ത് ചില അവസരങ്ങളും ലഭിക്കാൻ പുണർദം നക്ഷത്രക്കാർക്കൊരു ഭാഗ്യം കാണുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം. അന്യദേശത്ത് കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള ചുവടുമാറ്റം നടത്താൻ അവസരം ലഭിക്കും. ഔദ്യോഗിക വിഷമതകളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. വിദേശത്ത് ശുഭകാര്യങ്ങളിൽ പങ്കാളിയാകാനും അവസരങ്ങൾ ഉണ്ട്.
ഉപരിപഠന വിജയം, തർക്കവിഷയങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് വെണ്ണ, ത്രിമധുരം, അർച്ചന, ഹാരം, ശാസ്താവിന് നീരാജനം, മുഖക്കാപ്പ് അർച്ചന, നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.